നീ പോയി നോക്കി വാടാ. അമ്മയെ ചെറിയ വേണ്ട നോക്കി വാടാ. അങ്ങനെ ഇപ്പൊ വേണ്ട, എന്നിട്ട് വഴക്ക് എനിക്ക് കിട്ടാൻ. സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കയറുമൊന്നും വേണ്ടല്ലേ? എവിടെയായിരുന്നു ഇതുവരെ എവിടെയായിരുന്നു? ഞങ്ങൾ അണക്കെട്ട് കാണാൻ പോയതാ. അണക്കെട്ട്? ചേച്ചി ചേച്ചി, ചേച്ചിയുടെ ഓമന പുത്രൻ വന്നിട്ടുണ്ട്. ഓ, സാറിങ് എത്തിയ. ഇത് നമ്മുടെ ഒരു സമ്പത്തിൽ ഉണ്ടായിരുന്നല്ലോ, അവനെവിടെ? അവന് നിന്നോട് ഉണ്ടായിരുന്നല്ലോ. അവനപ്പുറത്തോട്ട് ഓടിപ്പോയി. വെക്കേഷൻ തുടങ്ങിയ ഉടനെ കോളേജിലേക്കുള്ള പുസ്തകം വാങ്ങിച്ചു കൊടുത്ത് പിടിച്ചിരുത്തി പഠിപ്പിക്കണമെന്ന് അവന്റെ അച്ഛൻ പ്രത്യേകം എഴുതിയിരുന്നതാ. അതിന് ആളിനെ കിട്ടിയിട്ട് വേണ്ടേ? പകല് മുഴുവനും വറ പട്ടിണിയായിരുന്നു, മുഖം കണ്ടാൽ അറിയാം. വേണമെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കും. വെച്ച് കഴിഞ്ഞാ ചേട്ടാ? അമ്മേ, ഈ ചേട്ടൻ ഇന്ന് തല തോർത്തിട്ടില്ല. അമ്മേ, ഈ ചേട്ടൻ ഇന്ന് തല തോർത്തിട്ടില്ല. വെറുതെ അമ്മേ. അല്ല അമ്മേ, അമ്മേ, ഈ ചേട്ടൻ ഉപദ്രവിക്കുന്നു. കോളേജിൽ പോറായി ചെറുക്കനാ, ഇനി എന്നാടാ നിനക്കൊരു പാകത വരുന്നത്? എപ്പോ നോക്കിയാലും ആ ഇളയ പെണ്ണിനെ കരയിച്ചോണ്ടിരിക്കും. നാളുമില്ലേ നിനക്ക്? അതൊക്കെ അങ്ങ് മാറും കൊച്ചമ്മേ. കോളേജിൽ പോയിട്ട് ആളൊന്ന് തിരിച്ചു വരട്ടെ, അപ്പ കാണാം. മാറും മാറും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിനക്ക് കളി കുറെ കൂടി പോകുന്നുണ്ട്. എന്താ ഭാരതി ഇത്? ഞാൻ ചേച്ചിയോട് പറയാറില്ലേ കുട്ടികളെ അടിക്കേണ്ടപ്പോ അടിച്ചു തന്നെ വളർത്തണമെന്ന്? നോക്ക്. അയ്യോ ചെറിയമ്മേ, ഇതൊന്നും എന്റെ പണിയല്ല, ഞാനൊന്നും അറിഞ്ഞല്ല. നീ ഒന്നും അറിഞ്ഞില്ലല്ലോ, എന്റെ മുഖത്ത് നോക്കി കള്ളം പറയുന്നു. ഇവിടെ ചേച്ചിയെ വിളിച്ച് പറഞ്ഞില്ലേ അവൻ കുടിച്ചിട്ട് തല തോർത്താതെ കയറി വരുന്നെന്ന്? അതിന്റെ ശിക്ഷയാ ഇത്, കണ്ടോ? അയ്യോ അമ്മേ, ഞാനൊന്നും അറിഞ്ഞല്ല. കുറച്ച് വെള്ളം കുറഞ്ഞ് അത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒന്നുമില്ല, എന്നെ അടിക്കും പിച്ചും ഒക്കെ ചെയ്തു. എന്നിട്ട് എന്റെ മുഖത്ത് കരിവ് വരത്തേറ്റ്. പോട്ടെ, മോളെ ഒന്ന് മുഖം കഴുകുക. പപ്പു, വന്ന് വന്ന് നിന്റെ വളത്തിൽ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അച്ഛൻ എല്ലാ കത്തിലും എഴുതാറുണ്ട് നിന്റെ പോക്ക് ശരിയല്ലെന്ന് കണ്ടാൽ അങ്ങോട്ട് അയച്ചേക്കാൻ. ഇനിയിപ്പോ അതിന്റെ ഒരു തകരാറേ ഉള്ളൂ. ഒരു ഡിഗ്രി എടുത്തിട്ടാണേ വേണ്ടുകയില്ല, അല്ലാതെ ഇന്നത്തെ കാലത്ത് പേർഷ്യയിലല്ല എവിടെ പോയാൽ എന്താ വിശേഷം? അച്ഛന്മാര് വീട്ടിലില്ലെങ്കിലേ ആൺകൊച്ചുങ്ങളെ നിലയ്ക്ക് നിർത്താൻ വലിയ പാട് തന്നെയാണ് കൊച്ചമ്മേ. ചിരിക്കൊന്നും വേണ്ട, നിന്റെ അച്ഛനിങ്ങി വരാറായി. എന്നിട്ട് വേണം എനിക്ക് നിന്റെ ചിരി ചൊവ്വിനൊന്ന് കേൾക്കാൻ. പോരങ്ങേ, അവൻ പിന്നെ ആദ്യം 2 മാസമെങ്കിലും അവന്റെ അച്ഛനെ കാണുന്നുണ്ട്. ഇത് 4-5 കൊല്ലം കൂടുമ്പോഴല്ലേ അച്ഛനും മോനും തമ്മിൽ കാണുന്നത്. പിന്നെ എങ്ങനെ പറഞ്ഞാൽ അനുസരിക്കും?
കരിവാരിത്തത്? എന്നെ തല്ലു വിളിക്കാനല്ലേ? ഇതാ കാര്യം. അത് ഞാനല്ല, അത് കുഞ്ചുവിന്റെ പണിയാ. ഇതിനാണ് എന്നെ ലോകം മുഴുവനിട്ട് ഓടിച്ചത്. വിട് വിട്, കയ്യേന്ന് വിട്. ഇപ്പൊ എന്താ ഓടിക്കളഞ്ഞോ? ഇനി എന്താ പപ്പുനറിയണ്ടേ? കരിവാരി തേച്ചെന്നാ? തേച്ചിട്ടില്ല. പച്ചക്കള്ള, ഞാൻ കണ്ടല്ലോ കരിവാരി തേച്ചത്. എടി, നീ എന്റെ അനുജത്തിയാ. നമ്മൾ രണ്ടും ഒരു ശാഖയാ. എനിക്കെതിരായി എന്റെ കുഞ്ചു സാക്ഷി പറയരുത്. നീ കണ്ടോ കുഞ്ചു ഞാൻ കരിവാരി തേച്ചത്? ഈ കണ്ണുകൊണ്ട് കണ്ടതാ. ആ, ഇനിയിപ്പോ കൊല്ലണമെങ്കിൽ കൊല്ല, വളർത്തണമെങ്കിൽ വളർത്തും. എന്നെ ചെറിയമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് തന്നെ വേറെ കാര്യം. കോട്ടവയറും കണ്ണടി നടക്കാനാ പറഞ്ഞത്. കൊച്ചു പിള്ളേരെ പോലെ കുമിള ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണോ? ചേച്ചിക്ക് നാണമില്ലേ? കൊച്ചു പിള്ളേരല്ലാത്ത ആളൊരു കുമിള ഉണ്ടാക്കി കാണിച്ചേ, കാണട്ടെ. ഓ, അതാ ഇത്ര വലിയ പാട്. അയ്യോ, ഇതിലിപ്പോ അത്ര ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെന്തേ തോറ്റത്? തോറ്റിട്ടൊന്നുമില്ല. 1 മണിക്കൂർ നേരത്തെ പ്രാക്ടീസ്. ബലൂണിന്റെ അത്ര വലുപ്പത്തിലുള്ള കുമ്പള ഞാൻ ഉണ്ടാക്കി തരാം. ബലൂന്റെ അത്ര വലുപ്പത്തിൽ വാചകം മാത്രമുണ്ട്. എന്തിനാ പപ്പൂസ് എപ്പോഴും അടിക്കുന്നത്? നമുക്ക് ആ കിളിയുടെ മുട്ട വിരിഞ്ഞോ നോക്കാം. വേണ്ട പപ്പൂസേ, ദിവസം ചെന്ന് തൊട്ടു നോക്കിയാൽ അത് വിരിയില്ല. അതൊക്കെ വിരിയുന്നേ. അല്ല കുട്ടി, മനുഷ്യരുടെ മണം അടിച്ചാൽ തള്ളക്കിളി പിന്നെ തിരിഞ്ഞു നോക്കില്ല. തള്ളക്കിളിയും തിരിഞ്ഞു നോക്കും, തന്തക്കിളിയും തിരിഞ്ഞു നോക്കും. ഇതിലൊന്നും രചിച്ച് എന്നെ പഠിപ്പിക്കാൻ വളർന്നിട്ടില്ല കേട്ടോ. ഞാനേ ഇന്നലെ നല്ല കിളി വിരിഞ്ഞ് പറന്നു പോകുന്നത് കാണാൻ തുടങ്ങിയത്. ഓഹോ, എത്ര കിളി പറന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്? ഒരുപാട്. ഒരുപാടെന്ന് വെച്ചാൽ എത്രയാ? ഒരു 100 കിളി? 100 അല്ല. 1000 കിളി? 1,00,000 കിളി? ദോഷം ചെയ്യാനായപ്പോ എന്താ ഒരു ഉത്സാഹം? വിരിഞ്ഞോ പപ്പു? ഹായ്, തളുങ്ക് പോലെ ഉണ്ടല്ലേ? അയ്യോ, അതവിടെ വെക്കൂ പപ്പു. നാളെ വിരിയും. വിരിയുമ്പോ വിരിയട്ടെ. കുട്ടി അതവിടെ വെച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ടോ? എന്താ പപ്പു? അമ്മോ, അതാണ് മൂത്തോരുടെ ചൊല്ല് മുതുനെല്ലിക്കാന്ന് കേട്ടിട്ടില്ലേ? ഞാൻ പപ്പൂസിനോട് പറഞ്ഞില്ലേ കിളിക്കൂട് തികയാൻ പോകരുത്, ദോഷമാണെന്ന്. ഇപ്പൊ എന്ത് പറ്റി? കിട്ടിയില്ലേ? പപ്പൂസേ, റിസൾട്ട് എന്ത് വരും? അടുത്തറിയും. കോളേജിന്റെ പടി കാണാനുള്ള ഭാഗ്യം ഉണ്ടാവോ? അതൊക്കെ ചേച്ചി കണ്ടോ? ആഹാ, ഇന്ന് രവിചേച്ചിയുടെ മാമൻ ഭയങ്കര വാശിയിലാണല്ലോ.
നീ എന്താ കാലത്ത് തന്നെ ഇവിടെ? മാമനത്ര ഇടിയിടിക്കുവാന്ന് എണ്ണുവാണോ? ഇവിടെ പറഞ്ഞോനെ, ഈ ചവിട്ടും കുത്തുമൊക്കെ ഒന്ന് മതിയാക്കി ഒന്നിങ്ങോട്ട് വന്നാട്ടെ. ദേ 10 മണിക്കുള്ള ബസ്സിൽ പോയാലേ നേരത്തെ കാലത്തെ പെൻഷനും വാങ്ങിച്ച് തിരിച്ചു വരാൻ ഒക്കൂ. പറഞ്ഞേക്കാം. 10:30 12 മണിക്കുള്ള ബസ്സിൽ പോയാലും എന്റെ പെൻഷൻ എവിടെ ഇരിക്കും? നോക്കേ, ഇതേ പട്ടാളക്കാരന്റെ പെൻഷനാ. ഓ, തുടങ്ങി പുളുവടി. ഈ പുളുവടി നിർത്തിയിട്ട് ഒന്ന് വന്ന് കുളിച്ചാട്ടെ. ഞാൻ പുളു കളിക്കുന്നതിന് നിനക്കെന്താണ് ഈ ദണ്ണം? പ്രാക്ടീസ്. എനിക്കൊരു ദണ്ണവുമില്ല. പുളുവടി എപ്പോ വേണമെങ്കിലും ആകാം. പെൻഷനേ മാസത്തിലൊരിക്കലേ ഉള്ളൂ. അടിമോളെ. എന്താ കുട്ടി? ഇതാര് തന്നു? ചേട്ടന്റെ പേരെന്താ? ബാലൻ. ബാലൻ. എന്നിട്ട് എവിടെ? നീ നോക്കൂ. 6ാം പ്രാവശ്യമാണ് ഞാൻ അവളിലേക്ക് ഒരു പാത വെട്ടിത്തെളിക്കാൻ ശ്രമിക്കുന്നത്. പാതയോ എന്ന് വെച്ചാൽ എന്താ? എന്ന് വെച്ചാൽ ഇപ്പോഴവളീ കീറി എറിഞ്ഞത് ഞാൻ അവൾക്ക് എഴുതുന്ന 6ാമത്തെ എങ്കിൽ പിന്നെ ഈ പണി അങ്ങ് നിർത്തിക്കൂടെ എന്റെ ആശാനെ? നിർത്താൻ, എന്നിട്ട് എന്റെ ഈ വിലപ്പെട്ട യൗവനം പാഴാക്കി കളയാൻ. ലജ്ജാവ. അവള് പ്രേമിച്ചില്ലെന്ന് വെച്ചാൽ നിങ്ങളുടെ യൗവനം അങ്ങനെ പാഴാവും? അവള് പ്രേമിച്ചില്ലെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു പെണ്ണ് പ്രേമിക്കാനില്ലെങ്കിൽ പിന്നെന്ത് ജീവിതം, പിന്നെന്ത് യൗവനം? അത് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാടാ നമ്മളൊക്കെ ആണാന്നും പറഞ്ഞിങ്ങനെ നടക്കുന്നത്?